സിബിൽ സ്കോർ കുറഞ്ഞതുകൊണ്ട് മാത്രം കല്യാണം മുടങ്ങുമോ? എന്നാൽ അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ മുർത്തിസാപൂരിൽ നടന്നു. കല്യാണ ചെറുക്കന്റെ സാമ്പത്തിക ഭദ്രതയെപ്പറ്റി പെണ്ണിന്റെ അമ്മാവന് തോന്നിയ സംശയമാണ് ദേശീയ ലെവലിൽ വൈറലായ കല്യാണം മുടങ്ങലിലേക്ക് നയിച്ചത്. എന്നാൽ കല്യാണം മുടങ്ങാനും മാത്രം സീരിയസ് ആയ കാര്യമാണോ ഈ സിബിൽ സ്കോർ? ഇക്കാര്യം പരിശോധിക്കാം. എന്താണ് സിബിൽ സ്കോർ? ഒരു വ്യക്തിയുടെ സാമ്പത്തിക ചരിത്രത്തിന്റെ നേർചിത്രമാണ് ക്രെഡിറ്റ് സ്കോർ. വ്യക്തിയുടെ സാമ്പത്തിക അച്ചടക്കം സൂചിപ്പിക്കുന്ന അളവുകോൽ. 300 മുതൽ 900 വരെയുള്ള മൂന്നക്ക സംഖ്യയിലാണ് ഇത് അളക്കുന്നത്. ഇത്തരത്തിൽ ക്രെഡിറ്റ് സ്കോർ നിശ്ചയിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ ആദ്യ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികളിലൊന്നാണ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ് അഥവാ സിബിൽ. 750 മുകളിൽ സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ മികച്ച ക്രെഡിറ്റ് സ്കോർ എന്ന് കണക്കാക്കാം. ഇനി മെച്ചപ്പെട്ട സിബിൽ സ്കോറിന് വേണ്ടി ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. വായ്പകൾ ഉചിതമായി കൈകാര്യം ചെയ്യുക. സമയബന്ധിതമായി EMI അടയ്ക്കണം. ആവശ്യമില്ലാതെ അധിക വായ്പകളും എടുക്കരുത്. ക്രെഡിറ്റ് കാർഡ് ദുരുപയോഗം സിബിൽ സ്കോറിനെ കുറയ്ക്കാൻ കാരണമാകുമെന്നതിനാൽ ഇക്കാര്യത്തിൽ ജാഗ്രത വേണം. ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ സമയത്ത് തന്നെ അടയ്ക്കുക. കുറഞ്ഞത് 6 മാസത്തിലൊരിക്കൽ നിങ്ങളുടെ സിബിൽ സ്കോർ പരിശോധിക്കുക. തെറ്റായ വിവരങ്ങൾ കണ്ടാൽ അതിനെതിരെ ഉടൻ പരാതി നൽകുകയും വേണം. സാമ്പത്തിക അച്ചടക്കത്തിന് വലിയ പ്രാധാന്യമുള്ള ഇന്നത്തെ കാലത്ത് വരന്റെ മാത്രമല്ല വധുവിന്റെ ക്രെഡിറ്റ് സ്കോറും പരിശോധിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?